മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബാറോസ് എന്ന 3D ചിത്രം മോശമാണെന്നും മോഹൻലാൽ ഒന്നും അറിയില്ലെന്നും സംവിധാനത്തിൽ പകരം അഭിനയിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു യുവാവുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാങ്ങയുള്ള മാവിലെ എറിയുള്ളൂ എന്നൊരു ചൊല്ലൊക്കെയുണ്ട്. വെറുതെ ഒരു മരം കിട്ടിയ വെറുതെ ആരും എറിഞ്ഞു പോവില്ല. ഏത് കണ്ണുപൊട്ടിനും എറിഞ്ഞാൽ നിറയെ മാങ്ങയുണ്ടെങ്കിൽ ഒരു മാങ്ങയെങ്കിലും വീഴും എന്നാണ് പറയുന്നത്. എന്ന പോലെ മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്യാൻ പോണു എന്ന് പ്രഖ്യാപനം വന്ന നാൾ മുതൽ ചെയ്യും മമ്മൂട്ടി പറഞ്ഞ പോലെ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. മമ്മൂട്ടി പറഞ്ഞ പോലെ മനസ്സിലായോ? മമ്മൂട്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ സംവിധാനം ചെയ്യും, ഞാനിപ്പോൾ സംവിധാനം നമ്മളൊക്കെ പേടിപ്പിച്ചിരുന്നു. ഞങ്ങൾ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കണം. പക്ഷെ മമ്മൂട്ടി പറയും എന്ന് ചാടാൻ പറഞ്ഞാൽ അങ്ങനെ ചാടാൻ പറ്റുമോ? ഇത് സംവിധാനമല്ലേ? ഇത് പറയുമ്പോൾ ഞാൻ ചെയ്താലൊരു പക്ഷേ ഈ ശ്രീനിവാസൻ്റെ സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ ക്യാമറമാനും ഒപ്പം വെള്ളത്തിൽ ചാടുന്നൊക്കെ പരിഹസിക്കുന്നില്ലേ? അങ്ങനെയൊക്കെ പരിഹസിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നീട്ടി കൊണ്ടുപോകുന്നത് എന്ന് മമ്മൂട്ടി പറഞ്ഞു. മോഹൻലാൽ ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്നൊന്നും പറഞ്ഞിട്ടുമില്ല. ഒരു ദിവസം കേൾക്കുന്നു മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്യുന്നു. ആ സിനിമ വെറും സിനിമയല്ല, അതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. അത് 3D ചിത്രമാണ്. അങ്ങനെ ആ സിനിമയ്ക്കൊരു പ്രത്യേക കഥയുണ്ടാക്കിയെന്ന് ആലോചിക്കണം. ആ കഥ വഴിതെറ്റുന്ന കഥയുമല്ല എന്ന് ആലോചിക്കണം. അങ്ങനെ ബാറോസ് എന്ന ആ പടത്തിന് പേരിട്ടത്. അതിൽ തുടക്കം മുതൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം നവോദയരെ എല്ലാമായ അപ്പച്ചൻ്റെ മകൻ, ഇവരുടെയൊക്കെ സുഹൃത്ത്, അവർക്ക് ഈ ആ തുടക്കം മുതലേ സിനിമയിൽ ഇടപെട്ടിരുന്ന ആൾക്കാരാണത്. ആരാന്ന പേര്? ജിയോ. പേരിട്ടിട്ട് ഇടക്കാലത്ത് വെച്ചൊരു തെറ്റലുണ്ടായെന്ന് പറഞ്ഞു. തെറ്റാനുള്ള കാരണം നമുക്കറിയില്ല. പിന്നെ എങ്ങനെയൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ പട്ടുനൂലിൽ കയറ് കൂട്ടിക്കെട്ടരുത് എന്ന് പറഞ്ഞ പോലെ അതൊരു നല്ല തിരക്കഥയായിരുന്നു എന്നാണ് കേട്ടത്. പിന്നീട് വന്നവർ ഇത് നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാത്ത നല്ല തിരക്കഥയൊന്നുമല്ല ഇപ്പോൾ കാണുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും വർഷം എടുത്തു. അത്രയും വർഷങ്ങൾ കൊണ്ട് ഒരു സിനിമ ചെയ്തു. ഈ തിരക്കിനിടയിലും മോഹൻലാൽ ഇതൊക്കെ ചെയ്തു കൂട്ടി എന്നാലോചിക്കണം. ഈ സിനിമ ചെയ്യുമ്പോഴും മോഹൻലാലിന് അറിയാം ഇതിന് പോയി ചിലപ്പോൾ വലിയ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന ഈ സിനിമ പ്രതീക്ഷകളപ്പുറം ഉയരണമെന്നില്ല, ഒക്കെ അറിയാം. എന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി ഈ സിനിമയ്ക്കുണ്ടെന്ന് അറിയിക്കണം. വിറ്റ് കാശാക്കിയിട്ടുണ്ടായിരിക്കും, അത് മോഹൻലാലിൻ്റെ ബുദ്ധി, അതൊന്നല്ല ഇവിടെ പ്രശ്നം. ഇവിടെ മോഹൻലാലിൻ്റെ വിജയം ആഘോഷിക്കാനിരുന്നവർ, അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ പരാജയം ആഘോഷിക്കാൻ രണ്ടുമുണ്ട്, രണ്ട് ലക്ഷ്യമുണ്ട് എന്നവർക്കെല്ലാം ഈ സിനിമ നൽകിയൊരു സന്ദേശമുണ്ടെന്ന് പറയാൻ കാരണം സിനിമ കുഴപ്പമൊന്നുമില്ല. സിനിമ കാണാൻ ഫാമിലിയായിട്ടാണ് പോകുന്നത്, സിനിമ കുഴപ്പമൊന്നുമല്ല. പക്ഷേ ഈ 3D എഫക്റ്റൊക്കെ അത് സൂപ്പറായിട്ട് ചെയ്ത് ടെക്നിക്കൽ പെർഫെക്ഷനൊക്കെ സൂപ്പറാണ്. പക്ഷെ എവിടെയോ നമ്മൾ പറയാറില്ലേ, എന്തോ ഒരു പോരായ അല്ലേ പറയാറില്ലേ? ചില നല്ല മനോഹരം അത്ര ടേസ്റ്റി ആയിട്ടുള്ള കറികളെല്ലാം ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെയുണ്ട് കറി എന്ന് ചോദിച്ചാൽ കറി കൊള്ളാം, പക്ഷേ എന്താണ് കുറ്റമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയോ എന്തൊക്കെയോ കുറവുണ്ട് എന്ന് പറയാവുന്നൊരു കാര്യം മാത്രമേ ഈ സിനിമയെക്കുറിച്ച് ദോഷകൃതർക്കും പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മോഹൻലാലിൻ്റെ ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ ആൾ കുറയുന്നു എന്നൊരു പ്രചരണമുണ്ട്. പക്ഷെ ആൾ കുറയുന്നു എന്നുള്ള പ്രചരണം അത് ആ സിനിമയുടെ ദോഷം കൊണ്ടുള്ളതല്ല. മറുഭാഗത്ത് ഉണ്ണി മുകുന്ദൻ്റെ ഈ സിനിമ യുവാക്കളെ ആകർഷിക്കുന്ന സിനിമ, അതാണ് ഈ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ചെറിയൊരു കൊട്ട് കൊടുത്താൻ കാരണം എന്നാണ് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആ സിനിമ കുറേയും കൂടിയും പിക്കപ്പ് ആവുമെന്ന് ആലോചിക്കണം. ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എടുക്കാം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നവോദയ എടുത്തൊരു സിനിമയാണ്. മോഹൻലാൽ അതിലൂടെയാണല്ലോ വില്ലനായി വന്നത്. ആ നല്ല പാട്ടുകളുണ്ട്, നല്ല അഭിനയമുണ്ട്, നല്ല കഥയുണ്ട്, എല്ലാം ഉണ്ട്. ആ സിനിമ ആദ്യത്തെ 3-4 ദിവസം തിയേറ്ററിൽ 1, 2, 3, 4, 10, 15 ഈ 15 പേരിൽ കൂടുതൽ ആദ്യത്തെ 4 ദിവസം ആ തിയേറ്ററിൽ കയറിയിട്ടില്ല എന്നാലോചിക്കണം. വേറൊരു നിർമ്മാതാവായിരുന്നെങ്കിൽ സലാം പറഞ്ഞു പോയി, ഇനി സിനിമ എടുക്കുന്നില്ലേ എന്ന് പറയും. അങ്ങനെയല്ല,
അവിടെ അപ്പച്ചനും ജിയോയും ഫാസിലും ഒക്കെ കൂടി ഈ ജനങ്ങളെ തിയേറ്ററിൽ കയറ്റാനുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചു. അതിൻ്റെ ചില ടെക്നിക്കുകൾ അത് തിയേറ്ററിൽ സാധാരണ ഒരു പരിധി കഴിഞ്ഞാൽ പണം അങ്ങോട്ട് തിയേറ്ററുകാർ കൊടുക്കണം, എന്നാലേ കളിക്കുള്ളൂ. അങ്ങനെയും കൊടുത്ത് പറഞ്ഞ് ആ പടം സൂപ്പർ ഹിറ്റാക്കി മാറ്റിയില്ലേ? അതുപോലെ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരുണ്ടാകും എന്ന് തന്നെയാണ് ഈ സിനിമ കണ്ടവർ പറയുന്നത്. പിന്നെ നമ്മൾ ആലോചിക്കണം, മോഹൻലാൽ എടുത്തൊരു മോശം സിനിമയല്ല, തനി കച്ചവട സിനിമയാണ് വേണ്ടിയിരുന്നതെങ്കിൽ തൻ്റെ ആദ്യത്തെ സിനിമാ സംരംഭം കുറേയും കൂടി വിശാലമായ വീക്ഷണത്തിലാണെങ്കിൽ വേറെ ഏതെല്ലാം ടൈപ്പ് സിനിമകൾ മോഹൻലാൽ എടുക്കാമായിരുന്നു. കോടികൾ ചെലവഴിച്ചുകൊണ്ട് തന്നെ നല്ല ആക്ഷൻ പടം എടുക്കാമായിരുന്നില്ലേ? കുടുംബ സിനിമ എടുക്കാമായിരുന്നില്ലേ? ഏത് ടൈപ്പുകൾ എടുക്കാമായിരുന്നു? അതൊന്നും മോഹൻലാൽ ചെയ്തില്ല. തൻ്റെ മനസ്സിലൊരു കുട്ടിത്തമുണ്ട്, എല്ലാവരും പറയുന്ന പോലെ. കുട്ടികളാണ് തൻ്റെ പ്രിയപ്പെട്ടവരെന്ന് മോഹൻലാൽ പറയുന്ന പോലെ ആ കുട്ടികൾക്ക് വേണ്ടി കുറച്ചും കൂടി വെറുതെ കണ്ടുപോകാവുന്ന തരത്തിലല്ല, ആ കുട്ടികൾക്ക് വേണ്ടി മനോഹരമായ ഒരു സാങ്കല്പിക കഥ, ചരിത്രകഥ ഒക്കെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, അങ്ങനെ ഒരു സിനിമ എടുത്തു എന്നുള്ളതാണ്. ഈ സിനിമ പരാജയപ്പെട്ടു എന്നുള്ള പ്രചരണം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ഇതോടെ മോഹൻലാൽ ഔട്ട്. ഒരു സിനിമ കൊണ്ട് വിലയിരുത്താൻ പറ്റുമോ? എത്രയോ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും അഭിനയം നിർത്തണം, മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ വളരുകയല്ലാതെ അവർക്കൊരു തളർച്ചയും ഉണ്ടായിട്ടില്ല എന്നാലോചിക്കണം. ഈ സിനിമ ഇപ്പോഴത്തെ റിവ്യൂ ചെയ്യുമ്പോൾ 2024 ഒരു സിനിമയും മോഹൻലാലും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പബ്ലിസിറ്റിയും വന്നു കഴിഞ്ഞിരിക്കുന്നു. ആളെ കൂട്ടുന്നത് മാത്രമാണോ ഒരു സിനിമയുടെ വിജയം? ആ സിനിമയിൽ നടൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കേണ്ടതല്ലേ? സിനിമ പരാജയപ്പെട്ടതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. മോഹൻലാലിൻ്റെ അഭിനയ മികവിൻ്റെ കുറവ് കൊണ്ടാണോ, അഭിനയം മോശമായതുകൊണ്ടാണോ, ലാഗ് ചെയ്യുന്നതുകൊണ്ടാണോ ഈ സിനിമ പരാജയപ്പെട്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു സിനിമയിലും മോഹൻലാലിൻ്റെ പെർഫോമൻസ് മോശമായിട്ടില്ല എന്നാലോചിക്കണം. എല്ലാം മിനിമം ഗ്യാരണ്ടി ഉള്ളതായിരിക്കണം. ചില പടങ്ങൾ പരീക്ഷണ സിനിമകളായി ലിജോ ജോസ് പെല്ലിശ്ശേരി എടുത്ത പടം നോക്കുക. പടം അതൊരു അപാര ബുദ്ധിപരമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ ടൈപ്പ് സിനിമയായിരുന്നാലേക്കണം. മോഹൻലാലിൻ്റെ എഫർട്ട് നോക്കുക. നമ്മളതൊക്കെ കണ്ടില്ലാണ്ടിരിക്കരുത്. നമുക്ക് വായയിലിങ്ങനെ ഒഴിച്ചു തന്നാൽ മാത്രമേ കഴിക്കൂ എന്നുള്ളതല്ല, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? അത്തരത്തിലുള്ള സിനിമയുടെ സമീപനമാണ് ബെറോസിലൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സിനിമ നഷ്ടമാവില്ല. ഈ സിനിമയിലൂടെ മോഹൻലാലിനെ തറപറ്റിക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് ഓർക്കുക, തൽക്കാലം മോഹൻലാലിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പോയിപ്പോൾ പൃഥ്വിരാജിൻ്റെ പടമുണ്ട്, അതും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. ഒരു കൂട്ടം മനുഷ്യരുടെ, കലാകാരന്മാരുടെ കോടികൾ ചെലവഴി എഫർട്ടിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നാലോചിക്കണം. എത്ര എളുപ്പമാണ് ആ സിനിമ പോയടാ എന്ന് പറയുമ്പോഴുള്ള സന്തോഷമുണ്ട്. അതൊരു തരം മാനസിക രോഗമല്ലേ? നമ്മളത് കാണുക, വിലയിരുത്തുക, നല്ല രീതിയിൽ വിമർശിക്കുക. അപ്പോഴും ഒന്ന് ഓർക്കുക, തൽക്കാലം മോഹൻലാലിന് ഒന്നും സംഭവിക്കില്ല. മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകർ എന്നാണോ എന്നെ വെറുക്കുന്നത് അന്ന് ഞാൻ ഈ പണി നിർത്തുമെന്ന്. പിന്നെ നിങ്ങളെന്തിനാണ് ഇത്ര ബേജാറാവുന്നത്?